ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരി വ്യക്തികളെ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോയാണിത്. എല്ലാവരുടെയും പേര് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല, അതുകൊണ്ടാണ് ഒത്തിരി വ്യക്തികളെ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ എന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ എന്നാൽ അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എല്ലാ സഹായവും ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പേര്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പറപ്പള്ളി ബേബിച്ചേട്ടൻ, മറ്റേക്കാടൻ ജോർജേട്ടൻ, പിന്നെ അങ്ങനെ കുറച്ച് പേര് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഏരിയയിലുണ്ടായിരുന്നു. പറപ്പള്ളി ബേബിച്ചേട്ടനും മറ്റേക്കാടൻ ജോർജേട്ടനും ഒക്കെ മമ്മിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അനിയൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സഹായിച്ചതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ വാക്കുകൾ പോലുമില്ല. മമ്മി എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തയ്ക്കാൻ പോയിക്കൊണ്ടിരുന്നത് പറപ്പള്ളി ബേബിച്ചേട്ടൻ്റെ അടുത്തായിരുന്നു. എന്ന് വെച്ചാൽ ബേബിച്ചേട്ടൻ നമ്മളുടെ ഈ ഗ്രീൻ നെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കമ്പനിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ഏരിയയിൽ ഒരു ചെറിയൊരു വീട്ടിൽ തയ്യലുണ്ട്, ഒരു 5-6 പേരൊക്കെ. അപ്പോൾ അതിനകത്താണ് മമ്മി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ അനിയൻ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും, അതുപോലെ തന്നെ മമ്മി ക്യാൻസറൊക്കെ ആയിരുന്ന സമയത്ത് മരുന്നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ബേബിച്ചേട്ടനും മറ്റേക്കാടൻ ജോർജേട്ടനും ഒക്കെയാണ്. ജോർജേട്ടൻ എവിടെ നിന്നൊക്കെയോ പോയിട്ട് തേനും അതുപോലെ തന്നെ എന്തൊക്കെയോ മരുന്നുകളൊക്കെ ആയിട്ട് വന്ന് വീട്ടിലേക്ക് വന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊന്നും എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ അതൊന്നുമല്ല, ആ ഒരു സ്നേഹം അതുകൊണ്ട് മാത്രമാണ് ഇന്നും എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഞങ്ങളെ കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ രണ്ടുപേരും. അതുപോലെ തന്നെ അവിടെയുള്ള ഞാൻ പറഞ്ഞല്ലോ പേര് പറയാത്ത കുറേ പേരുണ്ട്, ഞങ്ങളെ സഹായിച്ച കുറേ പേര്. ഇവരുടെ പേര് പ്രത്യേകം പറയാൻ കാരണം ഇങ്ങനെ ചെറുപ്പം മുതലേ ഇവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരായതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മളുടെ സമൂഹത്തിൽ നമ്മളെ സഹായിക്കുന്ന കുറേ പേരുണ്ടാവും. അവരെയൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്താണ് അർത്ഥം, അല്ലേ? ഇപ്പം ചില വീഡിയോയിലൊക്കെ കമൻറ്റുകളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, വന്ന വഴി മറക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ള കാര്യം. ഞാൻ അങ്ങനെ വന്ന വഴി മറന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല. പിന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തി മറ്റാരെങ്കിലുമൊക്കെ ആയിപ്പോവും. കാരണം ഞാനിന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇതുപോലെ കുറേ പേരുടെ സഹായം കൊണ്ടാണ്. അല്ല ഞാൻ ഓടിപ്പടച്ച് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതൊന്നുമല്ല. ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പുള്ളൊരു അധ്യായത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മമ്മിയുടെ അമ്മ ജോലിക്ക് പോയ വീട്ടിൽ ഭക്ഷണമാണ് ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ വിശപ്പകറ്റിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയ ഞാൻ വന്ന വഴി മറന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വയമേവ ഒരു നിലനിൽപ്പില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ വന്ന വഴി മറക്കുക? അപ്പോൾ ഇവരൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ നമ്മളാലാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പരിശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നമുക്കതിനുള്ള പ്രതിഫലം ഉറപ്പായും ലഭിക്കും. ഒന്നുമില്ലെങ്കിലും ആരെങ്കിലും 2 പേരെങ്കിലും നമ്മളെക്കുറിച്ച് നല്ല വാക്ക് പറയും, അല്ലേ? എത്രയോ പേര് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴും ചീത്ത തന്നെ കേട്ടുകൊണ്ട് നടപ്പുണ്ട്. അതിനിടയിൽ നമ്മളെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയാനായിട്ട് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലോകത്തിൽ നമ്മളിപ്പോൾ ചിന്തിക്കാനെങ്കിലും ഒരാളുണ്ടല്ലോ, അതിന് വലിയ കാര്യമല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതിഫലം പ്രതീക്ഷിക്കാതെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നത് പോലെ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. പ്രത്യേകം നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം.